നമസ്കാരം. CPM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, അതിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള സഹാക്കൾക്ക് നന്നായിട്ടറിയാം. അവരുടെ രഹസ്യങ്ങളുമായിട്ട് നിങ്ങൾ പുറത്തു പോയാൽ നിങ്ങളെ അവര് ഇല്ലായ്മ ചെയ്യും, കൊലപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മുടെ മുൻ ചരിത്രങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, ബിപിൻ ബാബു എന്നൊരു അഡ്വക്കേറ്റ് ബിപിൻ ബാബു സോറി അയാൾ ഈ പാർട്ടി വിട്ടു പോയ പുറകെ തന്നെ അയാൾക്ക് ഒന്നാം തന്നെ ഒരു ചാർത്തൽ കൊടുത്തു, സ്ത്രീ പീഡന കേസ് അയാൾക്കെതിരെ. ഈ ബിപിൻ ബാബുവായിട്ട് ഞാൻ മുൻപൊന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. സംസാരിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് ചോദിച്ചിട്ടില്ല. എനിക്കൊരു ഇന്റർവ്യൂ തരാമെന്നൊക്കെ അദ്ദേഹം മുന്നേ ഏറ്റിട്ടുള്ളതാണ്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. പക്ഷേ ഇവിടെ ഞാൻ പരാമർശിക്കുന്നത്, നമ്മളുടെ നാട്ടിലെ സഹാക്കന്മാര് ഈ പാർട്ടി വിട്ടുപോയാൽ ഈ പാർട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അവരുടെ ടെമ്പർ പോവുകയാണ് ചെയ്യുന്നത്. ഇതേ വിഷയം തന്നെയാണ് ആ മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരുത്തനും അയാളുടെ മക്കളും കുടുംബവും ഒക്കെ പാർട്ടി വിട്ടുപോയപ്പോഴും അയാളോടും കാണിക്കുന്നത്. എത്ര അവഹേളനപരമായിട്ടാണ് ഇവന്മാര് ഇതൊക്കെ കാണിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം. ഇപ്പം പിന്നെ ഞാനങ്ങ് വിട്ടു, എന്തിനാ പൊളിറ്റിക്സ് ചെയ്യാൻ വെറുതെ പറയുന്നത്. പക്ഷെ നമ്മളൊന്നറിയണം, ഈ CPM എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ തോരെ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ പാർട്ടിയുടെ മഫിയ ബന്ധങ്ങളാണ്. നമ്മൾ പ്രാദേശികമായിട്ട് ചിന്തിച്ചാൽ തന്നെ അറിയാം, നമ്മളുടെ നാട്ടിലെ നേതാക്കന്മാര് മുഴുവൻ മഫിയകളാണ്. ഒന്നില് അബ്കാരികള്, അല്ലെ ബാർ മുതലാളിമാര്, അതല്ലെങ്കിൽ മണ്ണ് മഫിയ, അതല്ലെന്നുണ്ടെങ്കിൽ മണൽ മഫിയ. അത്തരം ഏതെങ്കിലും ഒരു മഫിയയുടെ ഭാഗമാകും ഈ CPM-ന്റെ എല്ലാ അണികളും. അതല്ലാതെ നിൽക്കുന്നവരെ മാറ്റി നിർത്തി, ഒഴിപ്പിച്ചു നിർത്തി ഭരിക്കുന്നതാണ് ഇവന്മാരുടെ ഒരു സാമർത്ഥ്യം. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലെ സർവസമ്മതനായ ഒരു നേതാവായിരുന്നു G. സുധാകരൻ. അദ്ദേഹത്തെ പോലും ഇവന്മാര് ഒഴിവാക്കിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് ഇനിയൊരു മാറ്റം വരുമോ എന്നുള്ളതാണ് നല്ല സഹാക്കള്, ആത്മാർത്ഥതയുള്ള സഹാക്കൾ മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റം വരുമോ എന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. പക്ഷെ ബുദ്ധിമുട്ടാണ്, ഇല്ലേ? കാരണം ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ഗോവിന്ദനും പിണറായി വിജയനുമാണെന്ന് നമ്മൾ ഓർക്കണം. അത് തന്നെയാണ് പ്രശ്നവും. അപ്പം കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ബോധ്യമായില്ലേ? സന്തോഷം.